കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തക ചോദ്യങ്ങൾക്കുൾപ്പെടെ മറുപടി നൽകുകയാണ്. നേരത്തെ അവർക്കെതിരെ ഉണ്ടായ പരാമർശം നടത്തിയാൽ പിന്നാലെ UDF സ്ഥാനാർത്ഥി പ്രകടിപ്പിച്ചിരുന്നു. പരാതിയുമായി മുന്നോട്ട് പോകുന്നതാണ് യു പ്രതിഭ വ്യക്തമാക്കിയത്. പ്രസംഗിച്ച ഒരാൾ പോലും സംസാരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അത് അംഗീകരിച്ചു. ഇപ്പോൾ ഇത് വിവാദമായപ്പോഴാണ് അവർ ക്ഷമ പറയാനായിട്ട് ഇറങ്ങി. അതിൽ യാതൊരു കാര്യമില്ല. വ്യക്തിപരമായി അധിക്ഷേപിച്ച് കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളെ അതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള MLA വ്യക്തിപരമായി അധിക്ഷേപിച്ച് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്താനാണ് വിന്നുണ്ടായിരുന്നു. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 3 തവണ പരാജയപ്പെട്ടു. എതിരാളികൾ അതേക്കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദന എന്തായിരുന്നു ലിജുവിന്റെ വാക്കുകൾ. അത് ചർച്ച ചെയ്യപ്പെടുന്നതിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിന് ഇടയിലാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയും വിതുമ്പുന്നതായ ദൃശ്യങ്ങൾ അങ്ങനെയാണ് തോന്നുന്നത്, കാണുന്നത്. പറയൂ. അതെ, സ്വാഭാവികമായിട്ട് തന്നെ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശമാണ് ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചെങ്കിലും അവർ ജനപ്രതി 2 വർഷമായി MLA ആണ്. അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ പഞ്ചായത്ത് മെമ്പർ മുതൽ MLA വരെ ആയിട്ടുള്ളൊരു ജനപ്രതിയാണ് യു പ്രതിഭ. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ ഇത്തരത്തിൽ കടുത്ത സ്ത്രീവിരുദ്ധമായൊരു പരാമർശം ഉണ്ടാകുമ്പോൾ എന്ത് നേതാവാണെങ്കിലും ഒരു സ്ത്രീക്കും പുരുഷനും ഒക്കെ ഉണ്ടാകുന്ന വ്യക്തിപരമായൊരു ദുഃഖം, മാനസിക ദുഃഖം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികം തന്നെ മനുഷ്യർ അത്തരത്തിലുള്ള വികാരം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുക അല്പം കരഞ്ഞുകൊണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് യു പ്രതിഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. LDFന്റെ മുഴുവൻ നേതാക്കളും ഒപ്പം ഇരുത്തിയാണ് യു പ്രതിഭ വാർത്താ സമ്മേളനം നടത്തിയത്. ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് ആ പ്രശ്നം തീരില്ല എന്നുള്ളതാണ് പ്രതിഭയുടെയും LDFന്റെയും നിലപാട്. കാരണം ഇന്ന് ഒത്തിരി ചെറിയ പെൺകുട്ടികൾ പഠിക്കുന്നവർ, ഗവേഷണം നടത്തുന്നവർ, അഭിഭാഷകർ, അങ്ങനെയൊക്കെ ഒരുപാട് ചെറിയ പെൺകുട്ടികളെ ഞങ്ങളടക്കം ഇടതുപക്ഷം അടക്കം റിക്രൂട്ട് ചെയ്ത് പൊതുരംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രതിലോമ പ്രവർത്തനങ്ങൾ വരാൻ ഇരിക്കുന്ന പുതിയ തലമുറയ്ക്കൊക്കെ തന്നെ. പക്ഷേ സ്ത്രീകളൊക്കെ ശക്തരാണ്. നമുക്ക് കേൾക്കുമ്പോൾ വിഷമമൊക്കെ വരും. പക്ഷേ ഒരു കാര്യം അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളൊക്കെ ശക്തർ തന്നെയാണ്. അവരെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചില നീചമായ ശക്തികളുടെ ലക്ഷ്യം. ഡിമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഈ രംഗത്തുനിന്ന് ഓടിപ്പോകും എന്നാണ് ചിലർ കരുതുന്നത്. പക്ഷേ അങ്ങനെ കായംകുളം ഹൃദയത്തിലേറ്റിയതാണ് ഞങ്ങളെയൊക്കെ തന്നെ. അത്രയധികം കായംകുളത്തോട് ചേർന്ന് നിന്നതാണ്. അവിടെയാണ് കുടുംബത്തെ, വ്യക്തിയൊക്കെ അദ്ദേഹം അധിക്ഷേപിച്ചത്. അത് മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കിയെന്ന് കൂടി മനസ്സിലാവുകയാണ് നമുക്ക്. അതായത് ഒരാൾ ക്യാമറകൾക്ക് മുന്നിരുന്ന് കരയുമ്പോഴും ഇത് ഒരു ധാർമ്മികമായി ചോദ്യം ചെയ്തെന്നൊരു തോന്നലുണ്ടോ MLA? അത്തരം പ്രതികരണം പാർട്ടി നടത്തും. ഇതൊരു സ്ത്രീവിരുദ്ധ പ്രസ്താവന എന്ന് പറയുന്ന സ്ത്രീ പീഡനമാണ്. ഇത് കുറ്റകൃത്യമാണ്. ഒരു കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ആ കുറ്റകൃത്യത്തിൽ മാപ്പ് അപേക്ഷിച്ച് രക്ഷപ്പെടാൻ സാധിക്കില്ല. UDFന്റെ ചെയർമാൻ എന്ന നിലയിൽ ഈ നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസ്താവന സ്ത്രീ പീഡനമാണ്. ഈ സ്ത്രീ പീഡനം എന്ന് പറയുന്ന കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. അതിന് യുക്തമായ നടപടികൾ എടുത്തേ മുൻപോട്ട് പോകും. അത് ഒരു മാപ്പ് പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റകൃത്യം ഇല്ലാതാകില്ല. കൃത്യമായി ഈ കുറ്റകൃത്യത്തിന് വേണ്ട ശിക്ഷ നൽകുന്നതിനുള്ള നടപടികളുമായിട്ട് LDF മുൻപോട്ട് പോകും. പരാതി കൊടുക്കുന്നതിന് ആലോചിക്കുന്നു. ഇന്നും നാളെയുമായിട്ട് പരാതി കൊടുക്കും. പരാതികൾ തയ്യാറാക്കുക. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിഹത്യ ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വ്യക്തി. അങ്ങനെയല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കുന്നത്. എല്ലാവരും കൃത്യമായ ഒരു ഐഡിയോളജി പറഞ്ഞ്, വികസനം പറഞ്ഞ്, ക്ഷേമം പറഞ്ഞു. ഇതിൽ വ്യക്തിയുടെ ശരീരഘടന എങ്ങനെയാണ്, വ്യക്തി വാക്ചാതുര്യം കൊണ്ടാണോ? ഇടതുപക്ഷം അങ്ങനെയാണ് നന്നായിട്ട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയം പഠിപ്പിച്ചും പറഞ്ഞുമാണ് ഇടതുപക്ഷ സ്ത്രീകളെ എപ്പോഴും പ്രതിഭയ്ക്കെതിരായ പരാമർശം കായംകുളത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. യു പ്രതിഭയുടെ ഉൾപ്പെടെ പ്രതികരണം വരുന്നു. നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നതാണ് LDFന്റെ നിലപാട്.